വർഗീയതയുടെയും ഫാഷിസത്തിന്റെയും പൊറാട്ടു നാടകങ്ങൾ അരങ്ങു തകർത്താടുമ്പോൾ ജാഗ്രതാ മുന്നറിയിപ്പുമായി കേരള സ്ട്രീറ്റ് തിയേറ്റർ അവതരിപ്പിക്കുന്ന തെരുവു നാടകം മൗനം അപകടം. മൗനം അപകടം. മൗനം അപകടം. മാന്യ പ്രേക്ഷക സമൂഹത്തിന് സലാം. ഞാൻ കബീർ, ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ പിറന്ന സാമാന്യം വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരൻ. 17 കോടിയിലേറെ വരുന്ന മുസ്ലിം ജനതയിലൊരുത്തൻ. പഠിത്തവും വലിയ ബിരുദവുമുള്ളവർ തന്നെ തൊഴിലില്ലാ പടയായി ഞാൻ ഈ സംസാരിക്കുന്ന സമയം ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അതിലൊരാൾ ഞാൻ, ഈ കബീർ. കബീർ എന്ന പേര് ഇന്ന് ഈ രാജ്യത്ത് ഉറക്കെ പറഞ്ഞുകൂടാ എന്നെനിക്കറിയാം. കബീർ, അഹമ്മദ്, അബ്ദുള്ള തുടങ്ങി സകല പേരും ഭീകരന്മാരുടേതാണ്. ഇപ്പോൾ നിങ്ങൾ സങ്കല്പിക്കണം, അതെ, നിങ്ങൾ ഒരു യഥാർത്ഥ നാടകം കാണുകയാണ്. നിങ്ങൾ ഈ നിൽക്കുന്ന തെരുവ് ഒരു വൻ നഗരമാണ്, മഹാരാജ്യമാണ്. ഇവിടെ ഒരു വശത്ത് മാനം മുട്ടെ ഫ്ളാറ്റുകൾ ഉയർന്നുയർന്നു വരുന്നു, മറുവശത്ത് ചേരികൾ, അഴുക്കുചാലിൽ പുതഞ്ഞ കരിപുരണ്ട ജീവിതങ്ങൾ. അവിടെ നിങ്ങൾക്ക് എന്റെ ജനതയെ കാണാം. അവർ മാത്രമല്ല, മേൽവിലാസമില്ലാത്ത ജനങ്ങളേറെയുണ്ട് ഇവിടെ. ദളിതർ, പിന്നാക്കക്കാർ, നിഷ്കാസിതർ, ബഹിഷ്കൃതർ, ഇവരൊക്കെയും സാമൂഹിക ജീവിതത്തിന്റെ പുറംപോക്കുകളിലേക്ക് പുറത്താക്കപ്പെട്ടവർ, ആട്ടി ഓടിക്കപ്പെട്ടവർ, അടിച്ചമർത്തപ്പെട്ടവർ. കെട്ടിപ്പൊക്കിയ ഉയർന്ന പ്രസംഗവേദികളിൽ നിന്ന് കയ്യടികൾക്കിടയിൽ സിൽക്ക് ജുബ്ബയും ജിന്ന ക്യാപ്പും ധരിച്ച നേതാക്കൾ, ഖദർ ജുബ്ബയും ഗാന്ധി തൊപ്പിയും ധരിച്ച മതേതരരെന്ന് നടിക്കുന്ന നേതാക്കൾ വാതോരാതെ വിവിധ ഭാഷകളിൽ പ്രസംഗിക്കുന്നു. പ്രേക്ഷക സമൂഹത്തിന് എൻ്റെ അഭിവാദ്യങ്ങൾ. ഞാൻ മനു, ഇന്ത്യയിലെ മതേതര സമൂഹത്തിൻ്റെ പ്രതിനിധി. ഇനിയും പറ്റേ വംശനാശം സംഭവിക്കാത്ത ഞങ്ങളുടെ ചെലവിലാണ് ഇന്ത്യൻ മതേതരത്വം നിലനിന്നു പോരുന്നത്. ഈയിടെ 0 ബാലൻസിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനായി. ഡാ കബീറേ, നിനക്ക് റൂപായ് കാർഡ് കിട്ടിയാ? അക്കൗണ്ട് തുറക്കാൻ ഒഴിഞ്ഞ കീശയുമായി ചെന്നപ്പോ ഞാൻ ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുമായി ചെല്ലാൻ പറഞ്ഞു. ഏത് ഇന്ത്യ? കോർപ്പറേറ്റുകളുടെ ഇന്ത്യ, വികാസ് പുരുഷന്മാരും ലോഹ് പുരുഷന്മാരും മാത്രം വികസിക്കുന്ന ഇന്ത്യ, പട്ടിണിക്കാരുടെ ഇന്ത്യ, ദശലക്ഷം അവർണർ ഇന്നും മലം ചുമക്കുന്നവരായി ജീവിക്കുന്ന ഇന്ത്യ. സിഗരറ്റ് പുക കനത്ത കോഫി ഹട്ടുകളിൽ ലിപ്സ്റ്റിക്കും വില കൂടിയ ഷാമ്പൂവും മണക്കുന്ന ഫുഡ് കോർട്ടുകൾ, വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് സഞ്ചി തൂക്കി ഊശാന്താടി ഒഴിഞ്ഞ് കറുത്ത വലിയ മറുകുപോലെ അദൃശ്യമായി സൂക്ഷിക്കുന്ന കപട കുഞ്ഞൻ താടിയുമായി മുസ്ലിം ബുദ്ധിജീവിയെന്ന് അഭിമാനിക്കുന്നവരും തർക്കിക്കുന്നു. പാൻപരാഗും ഹുഡ്കകളും ചവച്ച് കാമ്പസ് ബുദ്ധിജീവികൾ കിംഡുക് ചർച്ച ചെയ്യുന്നു. മാന്യരെ, എന്താണ് തർക്കം? എന്തിനാണ് നമ്മുടെ തർക്കം? കോർപ്പറേറ്റുകൾക്ക് ദശലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമി പതിച്ചു നൽകുന്ന ഇന്ത്യയിൽ കിടപ്പാടമില്ലാതെ തെരുവിൽ കഴിയുന്നവരുണ്ട്. വൻകിട ഫാക്ടറികൾ തുറന്നില്ലെങ്കിലും പ്രകൃതിവാതക ഖനികൾ തുറന്നില്ലെങ്കിലും പതിച്ചു കിട്ടിയ ഭൂമി കോർപ്പറേറ്റുകൾ തിരിച്ചു നൽകേണ്ടതില്ല. ഇതിൽ നാം ഏതു കക്ഷിക്കൊപ്പമാണ് തർക്കിക്കേണ്ടത്? കെട്ടോരടുപ്പിൻ ചുവട്ടിൽ വാലും ചുരുട്ടി ഉറങ്ങാൻ നമുക്ക് ബഹുസുഖമല്ലേ സുഹൃത്തേ? മനു, നമുക്ക് ഈ ജനലഴിയുമായി റോഡിന് അഭിമുഖമായി നിൽക്കാം. താഴെ ഇന്ത്യൻ തെരുവുകൾ, നിരവധി മൈതാനങ്ങൾ, ക്യാമ്പസുകൾ, നിയമനിർമ്മാണ സഭകൾ, ക്ഷേത്രാങ്കണങ്ങൾ, ചർച്ചുകൾ, മസ്ജിദുകൾ, മാധ്യമ സ്ഥാപനങ്ങൾ എല്ലാം കാണാം. വരൂ. വരാം. ഒരു വ്യവസ്ഥ. എന്തു വ്യവസ്ഥ? പ്രതികരിക്കാൻ മാത്രം എന്നോട് പറയരുത്.
മനസ്സ് മരവിച്ചുപോയ ജനസമൂഹത്തിന്റെ പ്രതീകമാണ് ഞാൻ. നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന മഹാൻ അമേരിക്കയിൽ ഒരു വമ്പൻ പ്രസംഗം നടത്തി. NDTV, CNN, ദൂരദർശൻ എന്തൊരു വർണ്ണ അമിട്ടുകളോടെ, മതാലസകളുടെ കയ്യടിയോടെ, എന്താഘോഷമായിരുന്നു! സൺഫാർമ എന്ന കോർപ്പറേറ്റ് മരുന്ന് കമ്പനി സ്പോൺസർ ചെയ്ത മാഡിസൺ സ്ക്വയർ പ്രസംഗം. പ്രധാൻ സജീവൻ അമേരിക്കയിലേക്ക് വിമാനം കയറും മുമ്പ് മരുന്നു വില നിയന്ത്രണത്തിന്റെ അധികാരം സർക്കാരിൽ നിന്ന് മാറ്റി ഔഷധ കുത്തകകൾക്ക്. അതൊന്നും മനസ്സിലാക്കിയെന്നല്ലാതെ പ്രതികരിക്കാൻ കോടിക്കണക്കിന് രോഗികളുടെ ഇന്ത്യ തയ്യാറായോ? അതാ കേൾക്കുന്നു. കേട്ടോരടുപ്പിൻ ചുവട്ടിൽ വാലും ചുരുട്ടി ഉറങ്ങാൻ നമുക്ക് ബഹുസുഖമല്ലേ സുഹൃത്തേ. നിങ്ങൾ പ്രേക്ഷകർ ഒരിക്കലെങ്കിലും കണ്ടു കാണും. എന്ത് സംഭവിച്ചാലും, എത്ര കല്ലേറ് കിട്ടിയാലും, ചൂടുവെള്ളം കോരി ഒഴിച്ചാൽ പോലും തല ഉയർത്തി ഒന്ന് മോങ്ങി വെള്ളം കുടഞ്ഞു കളഞ്ഞതിന് ശേഷം ഇത്തിരി ചൂട് മാത്രം തരുന്ന കെട്ടുപോയ അടുപ്പിൻ ചുവട്ടിൽ വാലും ചുരുട്ടി കിടന്നിറങ്ങുന്ന സാക്ഷാൽ ശ്വാനപ്പന് അവന് ദേശരാഷ്ട്രഭേദമില്ല, ജാതിമത വിവേചനമില്ല. അതെ, ആ പട്ടിക്കുട്ടൻ സത്യം. ഇന്നത്തെ ഇന്ത്യയിൽ നാം ആ ജീവിയുടെ സാക്ഷാൽ പ്രതീകമാണ്. शनि राहु केतवः कुर्वन्तु सर्वे मम सुप्रभातम्. भृगुर्वसिष्ठः क्रतुरङ्गीराश्च मनुः पुलस्त्यः पुलहश्च गौतमः त्रैभ्यो मरीचिः. ഈ കൂട്ടത്തിലൊരാൾ കാണരുത് എന്ന ശാഠ്യക്കാരൻ. പോടാ അവിടുന്ന്. അടുത്ത വാനരൻ ഒന്നും മിണ്ടില്ല എന്ന ശാഠ്യക്കാരൻ. എന്താണെന്നോ, ഇതാണ് സ്വച്ഛ് ഭാരത്. ബാക്കി ഇപ്പൊ കാണാം. കോപ്രായമല്ല, സ്വച്ഛ് ഭാരത് ഇതാണ്. ടിവിയിലും കോർപ്പറേറ്റ് മാധ്യമങ്ങളിലും അച്ചടിച്ചു വരാനുള്ളതല്ലേ. അവര് തന്നെ മാലിന്യം വിതറുന്നു, അവര് തന്നെ തൂത്തുപടിപ്പാക്കുന്നു. കോർപ്പറേറ്റുകൾ ഇതിനും നൽകുന്നു കോടികളുടെ വാർത്താമൂല്യം. എന്തെന്ത് അസംബന്ധ നാടകങ്ങൾ! മൂന്നാം വാനരൻ ഒന്നും കേൾക്കരുത് എന്ന പിടിവാശിക്കാരൻ. ഇവരെ പോലെ ഒരു ജനത ഇനി ഇന്ത്യയിൽ ഒന്നും മിണ്ടാതെ, കാണേണ്ടതൊന്നും കൺതുറന്ന് കാണാതെ, കേൾക്കേണ്ടതിനോടൊന്നും കാതുകൾ തുറക്കാതെ, തുറന്നാലും കേട്ടതിനോട് പ്രതികരിക്കാതെ ദിനേന നശിക്കുന്നു. ആത്മാവുകൾ ചിതറുന്നു, ജീവിതങ്ങൾ നരകിക്കുന്നു. ഫാസിസ്റ്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചൂഷകർക്കും മർദ്ദകർക്കും വേണ്ടി മരിക്കുകയും ചെയ്യും. ഇതൊക്കെ ഒരു പക്ഷിത്തൂവലിനേക്കാൾ നിസ്സാരമാണെന്ന് ഒരു ജനസമൂഹം കരുതുന്നു. നോക്കൂ, രാഷ്ട്രപിതാവ് മഹാത്മജി. जग में साचो तेरो नाम, हे राम हे राम हे राम. കാക്കിവേഷമണിഞ്ഞ ഒരു തടിച്ച ചെറുപ്പക്കാരൻ മുന്നോട്ട് നടക്കുന്നത് ഞാൻ കണ്ടു. നാഥൂറാം കൈത്തോക്ക് രണ്ട് കൈത്തലങ്ങൾക്കും ഇടയിലാക്കി രാജ്യത്തിന്
പ്രയോജനകരമായ വല്ല സേവനവും ഗാന്ധി ചെയ്തിട്ടുണ്ടെങ്കിൽ അവയ്ക്കായി അദ്ദേഹത്തെ വന്ദിക്കാൻ അയാൾ തീരുമാനിച്ചുവോ? ഗാന്ധി ഞങ്ങളിൽ നിന്ന് 3 ചുവട് അകലത്തെത്തി. ഗാന്ധിയുടെ അരയോളം കുനിഞ്ഞ് അയാൾ പറഞ്ഞു, നമസ്തേ ഗാന്ധി. ഞാൻ വിചാരിച്ചത് ഗാന്ധിയുടെ പാദം ചുംബിക്കാൻ അയാൾ തുടങ്ങുകയാണെന്ന്. മാറി നിൽക്കണമെന്ന് ഞാൻ സൂചിപ്പിച്ചു. സഹോദര, ബാപ്പു ഇപ്പോൾ തന്നെ 10 മിനിറ്റ് വൈകി. നാഥുറാമിന്റെ ഇടതുകൈ ഒറ്റ കുതിപ്പിൽ തന്നെ എന്നെ ശക്തിയായി തള്ളിമാറ്റി. വലതു കൈയിൽ കറുത്ത ബെറേറ്റ കൈത്തോക്ക് ഞാൻ തെളിഞ്ഞു കണ്ടു. നാഥുറാം 3 തവണ കാഞ്ചു വലിച്ചു. നാഥുറാം ഗോഡ്സെ പരാജയപ്പെട്ടില്ല. അയാളുടെ നേർക്ക് നടന്നടുത്ത ആ ശുഷ്ക ശരീരത്തിന്റെ നെഞ്ചിൽ തന്നെ 3 വെടിയുണ്ടകളും തുളഞ്ഞു കയറി. അതെ, ഞാൻ ആ കിഴവനെ കൊന്നു. എന്നെക്കാൾ ഇരട്ടി പ്രായമുള്ള ആ കിഴവനെ ഞാൻ കൊന്നു. എന്റെ കൂട്ടുകാരനെ തള്ളിപ്പറഞ്ഞേക്കാം, എനിക്കതിൽ പശ്ചാത്താപമില്ല. അതെ, ഞാൻ എന്റെ ലക്ഷ്യം കണ്ടു. ഹേ രാമ, ഹാ ദൈവമേ എന്ന് മഹാത്മാവ് ഉച്ചരിച്ചു. ഘാതകനെ അദ്ദേഹം അഭിവാദ്യം ചെയ്തു. അദ്ദേഹത്തിന്റെ ഇംഗർസോൾ വാച്ചിൽ അപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 17 മിനിറ്റായിരുന്നു. വൈകിട്ട് 5 മണി കഴിഞ്ഞ് 20 മിനിറ്റായപ്പോൾ ന്യൂഡൽഹിയിൽ വെച്ച് മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഘാതകൻ നിങ്ങൾ കണ്ടില്ലേ? അന്ന് തുടങ്ങിയതാണ് ഇന്ത്യയുടെ പ്രതികരിക്കാനാകാത്ത ഈ മൗനം. ഒരു മുസ്ലിം ഗാന്ധിയെ വെടിവെച്ചു എന്ന് പറയാൻ പല ഗൂഢാലോചനകളും മിനിറ്റുകൾക്കുള്ളിൽ അരങ്ങേറി. പക്ഷേ അന്നത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ യാതൊരാശങ്കയ്ക്കും ഇട നൽകാതെ പറഞ്ഞു, യഥാർത്ഥത്തിൽ അതൊരു മുസ്ലിമായിരുന്നെങ്കിൽ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ കൂട്ടക്കൊല ഇന്ത്യയിൽ നടക്കാൻ പോവുകയാണ്. ലോകം മുഴുവൻ ആ മഹാദുരന്തത്തിൽ കരഞ്ഞു. പക്ഷേ ഇന്ത്യൻ ജനത ഇന്നും ആ ഘാതകന്റെ അനന്തര തലമുറയെ സഹിക്കുന്നു. ആ വെടിയുതിർത്ത കാപാലികന്റെ പ്രതിമ സ്ഥാപിക്കാൻ ഭരണകൂടം തിരക്കഥ തയ്യാറാക്കുമ്പോഴും ഇന്ത്യൻ ജനത മൗനം പാലിക്കുന്നു. നിങ്ങളറിയും, ഗർവാപസി ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖും ജൂതന്മാർ പോലും ഇവിടെയെന്ന് ഒന്നിച്ചുണ്ട് സുഖദുഃഖങ്ങൾ പങ്കുവെച്ച് ജീവിക്കുന്നു. അതിനിടയിലാണൊരു ഖർവാപസി. വീടില്ലാത്ത ദശലക്ഷങ്ങൾക്ക് എന്ത് ഗർറ്, എവിടത്തെ ഗർറ്? പൊതുസ്ഥലങ്ങളിൽ, റെയിൽവേ നിരത്തുകളിൽ മലവിസർജനം നടത്തുന്ന കോടിക്കണക്കിന് ഇന്ത്യക്കാർ. കക്കൂസ് നിർമ്മിക്കാൻ തുകയും ശേഷിയും കണ്ടെത്താനാവാത്തവരാണ് ഗർവാപസി കൊണ്ടാടുന്നത്. സ്വച്ഛ് ഭാരതാണ് പോലും. ഈ ഗർവാപസിയും സ്വച്ഛ ഭാരതും പറയുന്ന പ്രധാനമന്ത്രിയുടെ ഗുജറാത്തിൽ സൂറത്ത് നഗരം, അഹമ്മദാബാദ് നഗരം നിങ്ങളൊന്ന് കാണുക. അഹമ്മദാബാദ് നഗരം മോടി പിടിപ്പിക്കാൻ 50,000 നിരാധാരരായ കുടുംബങ്ങളെയാണ് ഒഴിപ്പിച്ചത്. അച്ചോ, കാണണോ? എന്താണ് സഹോദര? അതാ നോക്ക്. ആ കണ്ണടയുടെ വില ലക്ഷം കവിയും. ആ വേഷഭൂഷകൾക്ക് ദിവസം 3-4 നേരമല്ലേ ബ്യൂട്ടീഷ്യന്മാർ അണിയിച്ചൊരുക്കുന്നത്? श्रीमान देवेंद्र फडणवीस जी को मैं आज दिल्ली की धरती पर ഹായ്, പറയുന്നതൊക്കെ നടക്കാത്ത കാര്യമാണെങ്കിലും എന്താ പ്രസംഗത്തിന്റെ ഒരു സ്റ്റൈല്. ഇടക്കിടക്ക് ഹെക്ടർ ഹെക്ടർ എന്ന് പറയുന്നുണ്ടല്ലോ. അധികാരമേറ്റതിനു ശേഷം 5000 ഹെക്ടർ ഭൂമി
വൻകിട കോർപ്പറേറ്റുകൾക്ക് നൽകി. ചാമി പശിക്കണു ക്യാ വിശക്കുന്നെന്ന്. 2016 ആകുമ്പോ 62,000 ഹെക്ടർ കൂടി കോർപ്പറേറ്റുകൾക്ക് നൽകുമെന്ന്. समझाए क्या? बेजार नहीं, अच्छा दिन आएगा. विकास है, भारत की विकास. ആരാ സ്വാമി വികസിച്ചത്? ഞാനോ അതോ സ്വാമിയുടെ ബിർള ഗോയങ്ക അംബാനിമാരോ? യാചകനാണെങ്കിലും ഇവന് ബിർള ഗോയങ്ക അംബാനിമാരെയൊക്കെ അറിയാലോ. ഒരങ്ങന്മാരെ, 2 സിമ്മുള്ള മൊബൈലാ. വികസിപ്പിച്ച് BSNL പൂട്ടലിന്റെ വക്കീലാ. അച്ചങ്ങായിമാർക്ക് റേഞ്ച് ഇല്ലാത്തോണ്ട് റേഞ്ചിൽ കിട്ടണത് അംബാനിമാരെ മാത്ര. അങ്ങനെ പഠിച്ചതാ. അച്ചോ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ കുഞ്ഞേ. എന്നാ ചായ കുടിക്കാൻ 10 രൂപ താ. മകനെ, പരീക്ഷിക്കരുത്. ഞാനൊരു പാവം പുരോഹിതനാണ്. കണ്ടോ, അപ്പൊ സ്തുതിയായിരിക്കട്ടെ എന്ന് വാക്യം മാത്രമേ ഉള്ളൂ അല്ലേ? കുഞ്ഞെ, ഞാനൊരു വസ്തുത പറയാം. ഖർവാപ്പസി എന്ന് പറഞ്ഞ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ കന്യാസ്ത്രീകളെയും പാതിരിമാരെയും ക്രോശിക്കുകയാണ്. അയ്യോ കഷ്ടം. ആര്? ഇന്ത്യൻ ഭരണകൂടം. 44 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ 2.5% ക്രൈസ്തവ സമൂഹം. ഞങ്ങൾ അതിലും കൂടുതൽ അച്ചോ. കാണും 34 കൊല്ലം കഴിഞ്ഞപ്പോൾ 2.25% കുറഞ്ഞു. പിന്നെയും കുറഞ്ഞു വരികയാ. കുഞ്ഞേ, പിന്നെന്തോന്നാണ് ഈ ഖർവാപ്പസി? ഈ സത്യം ആര് പറഞ്ഞോ? 10 വർഷം മുമ്പ് രാംപുനിയാനി സഹോദരൻ. നിന്റെ രാംപുനിയാനി നയിച്ച് വെടിയുണ്ടേൽക്കാൻ കാലായിക്കണ്. ഈശോയെ, അതെന്തിനാ കുഞ്ഞേ? അതങ്ങനെയാ. മലേഗാവ് സ്ഫോടനം പരിശുദ്ധാത്മാവിന് ഓർമ്മയുണ്ടോ? നേരത്തെ പല ഭീകരാക്രമണങ്ങളിലും മൊറീസയിലും ഷില്ലോങ്ങിലും കണ്ടമാലിലും കുഞ്ഞാടുകൾ ധാരാളം മരിച്ചിട്ടുണ്ട്. മലേഗാവ് സ്ഫോടനേ മുസ്ലിങ്ങൾ നടത്തിയതാണെന്ന് കർസേവ നടത്തിയതിനാണല്ലോ ഹേമന്ത് കർക്കയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത്. അദ്ദേഹം സത്യം പുറത്തു കൊണ്ടുവന്നു. അദ്ദേഹം വെടിവെച്ചു കൊന്നു. കർത്താവിന് സ്തുതി. പ്രജ്ഞാ സിംഗ് ഠാക്കൂറും സ്വാമി അസിമാനന്ദയുമാണ് മലേഗാവ് ഗൂഢാലോചനയുടെ പിന്നിലെന്ന സത്യം പുറത്തു വന്നപ്പോ മിണ്ടാട്ടം മുട്ടിയില്ലേ? അല്ല കുഞ്ഞെ, ഇവിടുത്തെ മാധ്യമങ്ങൾ ഇതൊക്കെ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്തോ? എങ്ങനെ റിപ്പോർട്ട് ചെയ്യാനാ പരിശുദ്ധ പിതാവേ? സാമ്രാജ്യത്തെ അനുകൂലികളായ കോർപ്പറേറ്റുകളും സംഘപരിവാർ മനസ്സുള്ള മുതലാളിമാരും മാധ്യമങ്ങളെ നിയന്ത്രിക്കുകയില്ലേ? വിമാനമാണച്ചോ, പേടിക്കണ്ട. റൈറ്റ് സഹോദരന്മാരുടെ ഈ കണ്ടുപിടുത്തം, വിമാനം ഭയങ്കര കണ്ടുപിടുത്തം. ഈശോ സർവശക്തൻ അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. 7000 കൊല്ലം ഭാരതീയ റേഷൻ കാർഡ് ഉണ്ടായിരുന്ന ഭരദ്വാജ മഹർഷിയല്ലേ വിമാനം കണ്ടുപിടിച്ചത്? എന്റെ അച്ചോ. മഹർഷിയോ? ഭരദ്വാജന്റെ വിമാനശാസ്ത്രം ഇവിടുത്തെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് സിലബസിൽ കയറിയാലേ അച്ഛൻ പേടിച്ചതുപോലെ ചിലപ്പോ വിമാനം പറക്കുന്നേരം അത് കൃത്യം തലമണ്ടയിൽ തന്നെ വീയും. എന്തോ കേൾപ്പത്തരങ്ങളാണ് ഈ ഖർവാപ്പസിക്കാര് പറയുന്നത് എന്റെ കുഞ്ഞെ. അല്പത്തരം എന്ന് പറയരുത്. ലോകത്തുണ്ടായ മുഴുവൻ ശാസ്ത്ര നേട്ടങ്ങളും ആദ്യത്തെ അണുവിസ്ഫോടനം പോലും കണാദ മഹർഷിയുടെ വകയാണച്ചോ. ആൽജിബ്രയും പൈതഗോറസ് തിയറിയും മാമുനിമാർ കണ്ടുപിടിച്ചതാ അച്ചോ. ചെറിയൊരു രഹസ്യം പറയാം, ആരോടും പറയരുത്. ഗോമൂത്രത്തിൽ നിന്ന് ആന്റിബയോട്ടിക്കും ചാണകത്തിൽ നിന്ന് ക്ലോറോഫോമും ഉണ്ടാക്കാൻ പോകുകയാ. വാനരൻ ക്രൈസ്തവ പുരോഹിതനോട് ഈ പറയുന്നതൊക്കെ ഞങ്ങൾ സാക്ഷികളായ സംഭവങ്ങളാ. ഞങ്ങൾ പ്രതികരിക്കുന്നുണ്ടോ? ഇല്ല.
ഞങ്ങൾ ഇന്ത്യയിലെ മനസ്സ് മരവിച്ച ജനതയുടെ പ്രതീകങ്ങളാണ്. അശ്വപതി മന്നൻ നിന്റെ പെറ്റമ്മയെ പരിത്യജിച്ചപ്പോൾ നിന്നെ പോറ്റിയ വളർത്തമ്മയാണ് ഞാൻ. ഭാഗ്യം കെട്ട കുഞ്ഞെ, നിന്റെ മകൻ ഭരതൻ നാളെ മുതൽ സപത്നി പുത്രന്റെ പരിചാരകൻ. നാളെ പുലർച്ചക്ക് അവൻ രാജപരമ്പരയിൽ നിന്നും പുറന്തള്ളപ്പെടും. നിന്റെ ഏകപുത്രനും കിരീടം നൽകാൻ രാജമാതാവിന്റെ നിസ്തുല പീഠം നിനക്കൊരുക്കാൻ ഈ സൗന്ദര്യം ഉപകരിച്ചില്ലല്ലോ. നീ കരുതുന്നുണ്ടോ നിന്റെ മകന് രാജ്യം ഭരിക്കാൻ മിടുക്കില്ലെന്ന്? ധനുർവേദവും വൈദിക ധർമ്മവും അവനും അഭ്യസിച്ചിട്ടുണ്ട്. പക്ഷേ ജ്യേഷ്ഠനിരിക്കുമ്പോൾ അവൻ എങ്ങനെ കിരീടം ലഭിക്കും? കേട്ടല്ലോ, രാമന് ഭരണം കിട്ടാതിരിക്കാൻ അന്തഃപുരത്തിൽ കൈകേയി നടത്തിയ കുശുമ്പും കുന്നായ്മയും. ആർഷഭാരത മഹാപുരാണത്തിലെ ആ കുനിഷ്ടും കുശുമ്പും ഇന്നും തുടരുന്നു. തഴുകല്ലേ മഹാപ്രഭു. അല്ല, അവിടെ താവനാഴിയിൽ അസ്ത്രങ്ങളൊന്നുമില്ലേ? അതൊക്കെ ഇപ്പം ആസ്ട്രേലിയയിലല്ലേ കുഞ്ഞെ? മനസ്സിലായില്ല. ലോകം മുഴുവൻ നമ്മുടേതാണ് കുഞ്ഞെ. ശ്രീ ഗണേശന് നടത്തിയതാ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി. എന്റെ അമ്മേ, അസ്ത്രങ്ങളുടെ ആലയമായിരുന്നു ആ നാട്. അതിപ്പം ആസ്ട്രേലിയ. കൗരവരുണ്ടായത് എങ്ങനെയാ? മാംസമുണ്ട 101 കഷ്ണമാക്കി മൺകുടത്തിൽ നിക്ഷേപിച്ച് അതിൽ നിന്ന് 101 അംഗ കൗരവരുണ്ടായി. കറക്റ്റ്. അതാണ് ആദ്യത്തെ ക്ലോണിങ്. അപ്പോ ഗോതമ്പുണ്ടകളുടെ നാടായിരിക്കും ഉഗാണ്ട? ആയിരിക്കും. കുവൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയും. എന്താണ് കുവൈത്ത് എന്ന് പറഞ്ഞാൽ? രഘുവും നന്ദഗോപനും ഉണ്ണികൃഷ്ണനും മൈഥിലിയും രാധയും കല്ലും മണ്ണും ചുമന്ന് നേഴ്സിംഗ് ജോലി ചെയ്തും നാട്ടിലേക്ക് ഡ്രാഫ്റ്റ് അയക്കുന്ന ഒരു സുഖസുന്ദര അറബ് രാജ്യം. അതെ, പക്ഷെ നമ്മുടെ കൂവപ്പൊടി ഉണ്ടാക്കുന്ന കൂവക്കിഴങ്ങ് അവിടെയാണ് ഉണ്ടായത് സഹോദര. ഹോ, എന്റെ പള്ളി. ഇനി അമേരിക്ക മുഴുവൻ സൂക്ഷിച്ചിരുന്ന ലോക തലസ്ഥാനമാണ് അമേരിക്ക എന്നും വരുമോ? ഞാൻ പോകുന്നു. ഞങ്ങളുടെ നാടക ട്രൂപ്പിന്റെ ഇന്നത്തെ നാടകം സഹോദരനും കാണാൻ വരൂ. അത് ശരി, ബാലെ ട്രൂപ്പിലെ ശ്രീരാമനായിരുന്നല്ലേ? ബാബരി മസ്ജിദ് എന്ന പുണ്യ പുരാതന ആരാധനാലയം ഇടിച്ചു നിരപ്പാക്കിയ ഹീനകൃത്യത്തിന് പോലും ഞങ്ങൾ ഇന്ത്യൻ ജനത സാക്ഷ്യം വഹിച്ചു. ഇനി മധുര, ദില്ലിയെ ഇന്ദ്രപ്രസ്ഥമാക്കി മറ്റൊരു കലഹം. ഹോ, സഹിച്ചുകൂടാ. രാജ്യവും വേണ്ട, അതിന്റെ പേരിൽ രക്തപങ്കിലമാക്കേണ്ട ഭാരതം എന്നും ചിന്തിച്ച് മൃഗത്തോലെടുത്ത് കാട്ടിലുകൾ മെത്തയാക്കി 14 വർഷം വനവാസം അനുഷ്ഠിച്ച ഈ കടന്നുപോയ നാടക കഥാപാത്രത്തെയെങ്കിലും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് ഊട്ടക്കൊലയും കൊള്ളിവെപ്പും നടത്തിയവർക്ക് ഓർക്കാമായിരുന്നു. ശാന്തി മന്ത്രധ്വനികൾ ആർഷഭാരത സംസ്കൃതികളാവട്ടെ എന്നുദ്ഘോഷിച്ചവർക്ക് കലഹവും രക്തച്ചൊരിച്ചിലും ഒഴിവാക്കാൻ ആ നിലക്കർഹതപ്പെട്ട അധികാരമുപേക്ഷിച്ച സാക്ഷാൽ രാമൻ മാതൃകയായെങ്കിൽ. മതമല്ല ജാതിയാണ് വലുതെന്ന് പറഞ്ഞ അംബേദ്കർ നക്കാപിച്ചകൾ നൽകി പിന്നാക്കക്കാരെ തമ്മിലടുപ്പിച്ചു ബ്രാഹ്മണ മേധാവിത്വം കൊണ്ടാടാൻ വെമ്പുന്ന സവർണ തന്ത്രങ്ങൾ. പ്രധാനമന്ത്രി ജയിച്ച വാരണാസിയിൽ 4 ലക്ഷമായിരുന്നു കള്ളവോട്ട്. ശരിയോ? ഞങ്ങള് കൊരങ്ങന്മാര് പറഞ്ഞാല് ആര് വിശ്വസിക്കാനാ? ഇലക്ഷൻ കമ്മീഷന് സംഗതി ബോധ്യായി. പോളിംഗ് ബൂത്തില് താമര ഉയർത്തിക്കാട്ടി തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയിട്ടേ ചോദിക്കാൻ ആളുണ്ടായില്ല. പിന്നെയാ 4 ലക്ഷം കള്ളവോട്ടിന്റെ കണക്ക്. അല്ല വാനര സുഹൃത്തെ, ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടത് നല്ല ഉദ്ദേശത്തിലല്ലേ? ഒരു സ്വേച്ഛാധിപതി എല്ലാം തന്റെ വിരൽത്തുമ്പിലാക്കാൻ നടത്തുന്ന പല കൊള്ളക്കൊടുക്കുകളിലൊന്ന് ആസൂത്രണ കമ്മീഷൻ എന്നതേ സൂത്ര കമ്മീഷനാ. ഇനിയിപ്പോ മോഡീസും കൂടി ആകുമ്പോൾ സാക്ഷാൽ ഗജരാജസൂത്രമാകും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മോഡിയുടെ സ്വന്തം നാടായ ഗുജറാത്തിൽ തേനും പാലും ഒഴുകുവാ. സുഹൃത്തെ, അവിടെ സ്കൂളിൽ നിന്നും കൊഴിയുന്നവരെ 44%. 2000 മെഗാവാട്ട് അധിക വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അവിടെ 5 ലക്ഷം കർഷകർക്കും 11 ലക്ഷം ദരിദ്ര കുടുംബങ്ങൾക്കും
വൈദ്യുതി കിട്ടാക്കനിയാ കിട്ടാക്കനി. ഇന്നും അവിടെ ദലിതർ മലം ചുമക്കുന്നു. അത് തൊഴിലെന്ന നിലയ്ക്ക് ഇന്ത്യയിൽ വർഷങ്ങൾക്ക് മുമ്പേ നിരോധിച്ചതല്ലേ? നിരോധിച്ചു. പക്ഷേ സ്വച്ഛ ഭാരതീയന്റെ നാട്ടിൽ ഇന്നും മലം ചുമക്കുന്ന ജോലി ദളിതന് സംവരണം ചെയ്തിരിക്കുകയാ. നിങ്ങൾ പ്രേക്ഷകർ ചോദിക്കൂ, ഈ അസമത്വങ്ങളൊക്കെ ഇന്ത്യൻ മണ്ണിൽ വേരോടിയിട്ടും ഞങ്ങൾ ഒരു ജനത എന്ന നിലയ്ക്ക് പ്രതികരിച്ചു. ഹാ ഹീ ഹൂ ഹീ ഹീ, നീ എന്താടാ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ? ഞങ്ങളെല്ലാം അറിയുന്നത് മുഴുവൻ പറയണമെന്നാണ് അവന്റെ നിർദ്ദേശം. ശരി, പറയാം. ഗൗതം അദാനിക്ക് പ്രധാനമന്ത്രി ഇടപെട്ട് ബാങ്ക് വഴി 6000 കോടി കൊടുത്തത് മാത്രം പറയില്ല. എന്താ പറയാത്തത്? പറഞ്ഞിട്ടും പ്രതികരിച്ചിട്ടും ഫലമില്ലാഞ്ഞിട്ട് കോർപ്പറേറ്റുകളോട് കളിച്ചാലേ കാട്ടിൽ കയറി ഞങ്ങളുടെ വർഗത്തെ തന്നെ നശിപ്പിക്കും. ഇന്ത്യയിൽ 276 ആദിവാസി ഭൂരിപക്ഷ ജില്ലകളുണ്ട്. ബാബരി മസ്ജിദ് തകർത്തപ്പോഴും 97-ൽ ഹിന്ദുമതത്തിലേക്ക് പുനർമതപരിവർത്തനം ആഘോഷിച്ചപ്പോഴും 90-99 കാലങ്ങളിൽ ക്രിസ്ത്യൻ വിരുദ്ധ കലാപം അഴിച്ചുവിട്ടപ്പോഴും പീഡിപ്പിക്കപ്പെട്ടത് ന്യൂനപക്ഷമാണ്. പാവം സ്വന്തം വാഹനത്തിനുള്ളിൽ കിടന്നുറങ്ങുകയായിരുന്ന ആസ്ട്രേലിയൻ മിഷണറിയെയും പിഞ്ചുമക്കളെയും ഒറീസയിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. നിർത്തടോ! ഞങ്ങളെ ഇന്ത്യയുടെ ശാപമെന്നോണം നാവും ചെവിയും തലച്ചോറും ഷണ്ഡീകരിക്കപ്പെട്ട് നിശബ്ദരായ കുരങ്ങന്മാർ. ഇത് എക്കാലവും ഞങ്ങളുടെ വിധി, ഇന്ത്യയുടെ ട്രേഡ് മാർക്ക്. പക്ഷേ നിങ്ങളോ? ഇന്ത്യ വികസന ദുരിതാശ്വാസ നിധി എന്ന പേരിൽ ഒരു IDRF, അമേരിക്ക, യൂറോപ്പ്, ഫാസിസ്റ്റ് പ്രവിശ്യകളിലെ സംഘപരിവാർ ഏജൻസികളുടെ 5000-ലധികം കോടി രൂപ പ്രതിവർഷം ഇന്ത്യയിലെത്തിക്കുന്നു. പോലീസിന്റെയും കോർപ്പറേറ്റുകളുടെയും ചുരുക്കെഴുത്തുകാരായ മാധ്യമങ്ങൾ ഇതൊന്നും ലോകത്തോട് പറയുന്നില്ല. ഇന്ത്യൻ മുസൽമാന്റെ പ്രശ്നങ്ങളല്ല ഇതൊന്നും. സച്ചാർ റിപ്പോർട്ടിന്റെ നേരെ സത്യത്തിൽ കണ്ണടയ്ക്കുകയല്ലേ മോഡി ഭരണകൂടം. വിനായക് സൻ മുതൽ ഇറോം ശർമിള വരെ ഭരണകൂട ഭീകരതയുടെ ഇരകൾ. ഇന്ത്യയിലെ ജയിലുകളിൽ വിചാരണ തടവുകാരായി 2.25 ലക്ഷം മുസ്ലിം ചെറുപ്പക്കാർ. അബ്ദുൽ നാസർ മദനിയുടെ കാര്യത്തിൽ ഇവിടുത്തെ ശുദ്ധ ഖദർദാരികൾ പോലും എത്ര വ്യക്തമായ ഇരട്ടത്താപ്പാണ് അഭിനയിക്കുന്നതെന്ന് കാലം തെളിയിച്ചു. നീതിയും നിയമവും ബലികഴിക്കപ്പെടുകയാണിവിടെ. മതേതരത്വവും സോഷ്യലിസവും ഭരണഘടനയിൽ നിന്ന് വെട്ടിമാറ്റാൻ അഭിനവ ഗോഡ്സേമാർ അരങ്ങു തകർത്താടുന്നു. പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന ആദിവാസികൾക്ക് മരുന്നും ഭക്ഷണവും നൽകുന്നതിനാണ് ഞങ്ങളെ വേട്ടയാടുന്നത്. ജനാധിപത്യത്തിന്റെയും പൗരസ്വാതന്ത്ര്യത്തിന്റെയും മനുഷ്യാവകാശങ്ങളുടെയും ശവപ്പറമ്പായി മാറുകയാണോ നമ്മുടെ രാജ്യം? പറയൂ, നിങ്ങൾക്ക് ഈ മൗനം ഉപേക്ഷിച്ചുകൂടെ? ദില്ലി ബട്ട്ല ഹൌസിൽ മതിലിനോട് ചേർത്ത് മുസ്ലിം ചെറുപ്പക്കാരെ നെറ്റിയിലേക്ക് കാഞ്ചുതിർത്ത് വെടിവെച്ചു കൊന്ന പോലീസുകാരനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനില്ലേ? ഏർവാദ ജയിലിൽ പോലീസ് കാവലിൽ കൊല ചെയ്യപ്പെട്ട ഖദീൽ അഹമ്മദിനു വേണ്ടി, സിഖ് വിരുദ്ധ കലാപത്തെ തുടർന്ന് സർവസ്വവും നഷ്ടമായ സിഖ് സമൂഹത്തിനു വേണ്ടി പറയ്, ഈ അപകടകരമായ മൗനം ഉപേക്ഷിച്ചുകൂടെ? ഞാനിനി മിണ്ടും, ഞാനിനി കേൾക്കും, ഞാനിനി കാണും. അതുകൊണ്ടായോ? വേറെന്തു വഴി? ഓരോ അവർണ കൂട്ടായ്മയിലും വിപ്ലവകാരികൾ ഉയർന്നു വരണം. അവർണർ മോചിതരാകണം. രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷി ദിനത്തിൽ ഈ കുതിപ്പിന് നമുക്ക് തുടക്കമിടാം. ആരായാലും സ്വരക്ഷ ബലപ്പെടുത്തി അവർണരും ന്യൂനപക്ഷവും മുന്നേറുക. ആ മുന്നേറ്റത്തിന് സവർണ ഫാഷിസത്തെ പൂർണ്ണമായും കീഴടക്കാനാവും. മൗനം വെടിയുന്ന ഒരു സമൂഹത്തിന് മുറിച്ചു മുന്നേറാൻ കഴിയൂ.
ഗാന്ധിജി എന്ന ഇന്ത്യൻ ജനത. ആ ജനതയ്ക്കു നേരെ തോക്കു ചൂണ്ടി ഗാന്ധി ഘാതകർ. വരൂ വരൂ, അണിചേരാം. നമുക്ക് ഈ വർഗീയ ഫാഷിസ്റ്റുകൾക്കെതിരായുള്ള യുദ്ധത്തിൽ ജാഗരൂകരായിരിക്കുക. ഗാന്ധി വധിക്കപ്പെട്ട ജനുവരി 30 രക്തസാക്ഷി ദിനം മാത്രമല്ല, നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം കൂടിയാവണം.